ശിവഭഗവാൻ ആശ്രിതരുടെ സങ്കടങ്ങൾ ഏറ്റെടുത്ത് ഹാരമായി ധരിക്കുന്നു എന്നാണ് വിശ്വാസം. ഒരാളുടെ മനസ്സിൽ ശിവസ്മരണയുണ്ടായാൽ അത് അവരെ രക്ഷിക്കുന്ന കവചമായി മാറുന്നതാണ്. സദാശിവൻ ഹൃദയത്തിൽ വസിക്കുന്ന സദാചാര നിരതരായ ഭക്തർക്ക് ഒരു കാര്യത്തിലും ഭയം വേണ്ട, അവരുടെ എല്ലാ കാര്യങ്ങളും ശ്രീ പരമേശ്വരൻ നോക്കിക്കൊള്ളും എന്നാണ് ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുള്ളത്. ലളിതമായ ഓം നമഃശിവായ മന്ത്രജപം കൊണ്ട് തന്നെ ശിവഭഗവാൻ സംപ്രീതനാകും. എന്നാൽ പഞ്ചാക്ഷരി എന്ന് പ്രസിദ്ധമായ ഈ മന്ത്രം ഓം ചേർത്ത് ഷഡാക്ഷരിയായി ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. അതിലേറ്റവും പ്രധാനം മിതമായ ശബ്ദത്തിലെ ജപിക്കാവൂ എന്നതാണ്. ഒരിക്കലും വളരെ ഉച്ചത്തിലും വളരെയധികം വേഗത്തിലും ഓം നമഃശിവായ ജപിക്കരുത്. ഇനി ഓം നമഃശിവായ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നിത്യേന ഈ മന്ത്രം കുറഞ്ഞത് 108 തവണയെങ്കിലും ജപിക്കണം. ജപിക്കാൻ ശുദ്ധിയും വൃത്തിയുമുള്ള ശാന്തമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിക്ക് അഭിമുഖമായിരുന്ന് ജപിക്കണം. പൂജാമുറി ഉണ്ടെങ്കിൽ അതിലിരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മുറിയിൽ ഭഗവാന്റെ ചിത്രമുണ്ടെങ്കിൽ അതിനു മുൻപിലിരുന്ന് ജപിക്കാം. തിരിയിട്ട് നെയ്യല്ലെങ്കിൽ നല്ലെണ്ണയൊഴിച്ച് വിളക്ക് കത്തിച്ചു വേണം ജപിക്കേണ്ടത്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് വേണം വിളക്ക് കൊളുത്തേണ്ടത്. പലക അല്ലെങ്കിൽ പായ, പട്ടുതുണി ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ ഇരുന്ന് ജപിക്കുക. യോഗ ചെയ്യുന്നത് പോലെ ഇരുന്ന് ജപിക്കുവാൻ കഴിഞ്ഞാൽ കൂടുതൽ നല്ലത്. ജപസംഖ്യ തെറ്റാതിരിക്കാൻ ജപമാല കയ്യിലുണ്ടാകണം. രുദ്രാക്ഷ ജപമാല ഉണ്ടെങ്കിൽ അതൊരു ഗുരുനാഥന്റെ കയ്യിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്. കുളിച്ച് ശുദ്ധമായി രാവിലെ പൂജ ചെയ്യുമ്പോൾ ജപിക്കുന്നത് ഏറ്റവും നല്ലത്. ഏത് സമയത്തും ജപിക്കാമെങ്കിലും പകൽ ജപിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഓം നമഃശിവായ ജപിക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ മന്ത്രജപം അസാധാരണമായ ചൈതന്യവും ഊർജവും നൽകുന്നു. പതിവായി ജപിക്കുന്നവരുടെ വ്യക്തിത്വം ആകർഷകവും തെളിമയാർന്നതാകുന്നു. ഓം നമഃശിവായ ചൊല്ലുന്നവരുടെ ജീവിതത്തിലെ സങ്കീർണ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ്. മാത്രമല്ല മനസ്സിലുണ്ടാകുന്ന സങ്കടം, ദുഃഖം, മനസ്സംഘർഷം ഇവയെല്ലാം ഇല്ലാതായി മറ്റുള്ളവരെ സ്വാധീനിക്കുവാനുള്ള കഴിവും ലഭിക്കുന്നതാണ്.